ഞാനിന്ന് ഇങ്ങനെ റെഡി ആയിക്കണം എന്തിനാണെന്നറിയോ? ഞങ്ങൾ ഇന്നിവിടെ കാർഡിഫിൽ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ക്രിസ്മസ് മാർക്കറ്റിൽ പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാം, നിങ്ങളെല്ലാവരും കൂടെ കാണിക്കാം എന്താണ് ക്രിസ്മസ് മാർക്കറ്റിലുള്ളതെന്ന്. സോ ലെറ്റ്സ് ഗോ. സോ നമ്മൾ കാറിൽ കയറി. ഇവിടുന്ന് ഒരു 1.5 hours ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ മെയിൻ ഒരു സിറ്റി ഏരിയ ആട്ടോ അത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അടുത്ത് എന്താണെന്ന് കാണാം. നല്ല സണ്ണി ഡേ എന്ന് തോന്നുന്നു. നല്ല വെയിലാണ്. വെയിലെ കൊണ്ട് പോവാണ്. നമ്മളിപ്പോൾ വണ്ടി നിർത്തിയേക്കുവാണ്. എന്താണെന്നറിയോ? Starbucks. Let's have a coffee before we go. സോ ഞാനിവിടെ വണ്ടിയിലിരിക്കുകയാണ്. അപ്പോൾ എൽദോ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ എൽദോ വേറൊരു ഷോപ്പിൽ പോയിക്കോണ്. സോ ഒരു 5-10 minutes അവിടെ എത്തും. ഹായ് ഡിയേഴ്സ്, അങ്ങനെ നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിലെത്തി. ക്രിസ്മസ് മാർക്കറ്റ് ആയിട്ട് ബ്യൂട്ടി പാർക്ക് അങ്ങനെ എന്താ ഇതിന് പറയുന്നത്. കാർഡിഫിൽ കാസലിനകത്തും കുറേ ഇതുണ്ട്, പാർക്കിലും കുറേ ഇതുണ്ട്. അപ്പോൾ പോണ വഴിക്കുള്ള ഡെക്കറേഷനാണ്. സൈഡിൽ റിവറൊക്കെ ഉണ്ട്. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. സോ ഇവിടെ ക്രിസ്മസ് മാർക്കറ്റ് 3 സ്ഥലത്തുണ്ടായിരുന്നു. സോ വൺ ഈസ് ഇൻസൈഡ് ദ കാസിൽ, പിന്നെ കാസിലിൻ്റെ സൈഡിൽ ഒരു ബ്യൂട്ടി പാർക്കുണ്ട്, അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ജയൻറ്റ് വീലൊക്കെ ആയിട്ടൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. സോ 3 സ്ഥലത്താണ് ഞാനിന്ന് പോയത്. സോ ആദ്യം വന്ന് ഞാൻ ഈ കാസലിൻ്റെ അകത്ത് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഐസ് സ്കേറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കാസലിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ നമ്മുടെ ടോപ്പിലുള്ള കാസിൽ കാണാൻ പറ്റും. അപ്പോൾ ആ കാസിൽ പോകണമെങ്കിൽ നല്ല സൺലൈറ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ അടുത്ത് ഒരു പാർക്കുണ്ട്, ക്രിസ്മസ് അറ്റ് ബ്യൂട്ടി പാർക്ക് അങ്ങനെ എന്തോ. ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇവിടെയും കൂടെ ഒന്ന് നോക്കാം, ഇവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. എനിക്ക് അകത്ത് വലിയ സെറ്റപ്പായിട്ട് തോന്നിയൊന്നുമില്ല. കുറച്ച് ഫുഡ് സ്റ്റോളുണ്ട്, അല്ലാതെ വേറെ സെയിലും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് കുറേ സ്കേറ്റിങ്ങും കാര്യങ്ങളും. സോ ഇവിടെ ഇതും ഒരു ക്രിസ്മസ് പാർക്കാണ്. ഇവിടെ എന്തൊക്കെയോ ഒരു ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഇതും കൂടെ കയറി നോക്കാം ഇവിടെ എന്തെങ്കിലും ഉണ്ടോ. ആരും പോകുന്നില്ല അതിൻ്റെ അകത്തിട്ട്. ഇത് ജസ്റ്റ് ഫുഡ് സ്റ്റോളെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഇപ്പോഴും വേറെ കുറേ പണികൾ നടക്കുന്നുണ്ട്. സോ ഇവിടെ ക്രിസ്മസ് മാർക്കറ്റ് ഫുൾ കംപ്ലീറ്റഡ് ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ജസ്റ്റ് ഫ്രെയിം പോലെ സെറ്റപ്പാണ്, കൊള്ളാം. അങ്ങനെ എന്തൊക്കെ തൂക്കിയിട്ടുണ്ട്. അത് ഷോതാ കണ്ടില്ലേ? അതെന്താണെന്ന് എനിക്കറിയില്ല. എന്താ എനിക്കറിയാത്തതെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. എന്ത്? സോ ഇവിടെ ഭയങ്കര തണുപ്പും കാറ്റുമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് വലിയൊരു പാർക്കാണ്. ആ പാർക്കിൽ അവർ ജസ്റ്റ് ചെയ്യുമ്പോൾ കുറേ അട്രാക്ഷൻസിന് വേണ്ടിയിട്ട് കുറേ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നു അങ്ങനെയൊക്കെ. ഇനി നമ്മൾ പോണത് ബബിളിഷ്യസ് എന്ന് പറഞ്ഞ സ്ഥലം കാണാനാണ്. നമുക്ക് നോക്കാം അങ്ങനെ സംഭവം. ഇതാണ് ബബിളിഷ്യസ്. സോ ലെറ്റ്സ് ഗോ ടു ദെയർ. കണ്ടോ, ഇത് കണ്ടോ, പല കളറുള്ള ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ടാപ്പ് ചെയ്യണം. ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ടാപ്പ് ചെയ്യാനുണ്ട്. ഡിഫറെൻറ്റ് കളേഴ്സാണ്. നൈസ്, ദാറ്റ്സ് നൈസ്. ഇത് നോക്കട്ടെ, നൈസ്. സോ ഇനി പോകുന്നത് ഇവിടെ അടുത്ത് തന്നെ നല്ല വഴിയുണ്ട്. ആ വഴിക്കൂടെ ഞാൻ പോവാണ്. അവിടെ എന്തോ ലൈറ്റ്സ് ആൻഡ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. സോ നമുക്കതും പോയി കാണാം. ഞാൻ പണ്ട് താമസിച്ച സ്ഥലത്ത് ഞാൻ ക്രിസ്മസ് മാർക്കറ്റിൽ വേറെ കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. സോ ഐ തോട്ട് അതുപോലെയൊക്കെ ആയിരിക്കും ഇവിടെ നിന്ന്. പക്ഷേ അതുപോലെ ഒന്നുമല്ല, ആവശ്യമുള്ള സാധനമില്ല. സോ
അങ്ങ് അറ്റത്ത് വേറെ എന്തൊക്കെയോ ലൈറ്റ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെയൊക്കെ പോയി നോക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. ഇത് നമ്മൾക്ക് ഈ വഴിയിലൂടെ നടന്നു പോകണം. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് തോന്നുന്നു. സോ ഇവിടെ മാഷ്മെലോൻ്റെ ഒക്കെ ഷോപ്പ് കണ്ടിട്ടുണ്ടോ, ബട്ട് എല്ലാം അടച്ചേക്കാണ്, ഒന്നും ഓപ്പൺ ആയിട്ടില്ല. സീസൺ അതിരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. എനിക്കൊന്ന് വീക്കെൻഡാണ്, പിന്നെ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സമയമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇനി പോകുമ്പോൾ കാണാണത് കാരണം ലൈറ്റ്സൊക്കെ നമ്മുടെ നാട്ടിലെ പള്ളിയൊക്കെ ഇല്ലേ, വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ വീട്ടിലുള്ള ടൈപ്പ് ലൈറ്റ്സ്. നൈസ് ടോട്ടൽ. അത് ഈ സൺലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട്, നല്ല ഗ്ലിറ്ററിങ് ആയിട്ട് തോന്നുന്നു. എന്താ അല്ലേ? സോ ഞാൻ വിചാരിച്ചു ഇത്രയൊക്കെ നടന്നല്ലോ, ഇനി കുറച്ചൊരു എവിടെയെങ്കിലും ഇരിക്കാം, ഇനി കുറച്ച് ആൾക്കാരെ വായി നോക്കാൻ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഒരു ചെയറിലിരിക്കുകയാണ്. ഇത് ഈ സംഭവത്തിൻ്റെയൊക്കെ താഴെ കണ്ടില്ലേ? ദിസ് വൺ. സോ ചെറുതായിട്ട് മഴ വീണുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വേറെ സ്ഥലത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ അങ്ങനെയൊന്നും കാണാനില്ല. ഗായ്സ് നമ്മൾ കണ്ടുപിടിച്ചു ഒരു സൈഡ് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെയുള്ള സെയിൽ ചെയ്യുന്നതും മറ്റിടത്ത് ക്രാഫ്റ്റ്സും. സോ നമുക്ക് പോവാം, നോക്കാം. എനിക്ക് വലിയ സെറ്റപ്പായിട്ടൊന്നും തോന്നിയില്ല, വലിയ ആൾക്കാരും ഇല്ല അവിടെ. ഞാൻ പിന്നെ ക്രാഫ്റ്റ്സിന് അങ്ങോട്ട് പോകാൻ വിചാരിച്ചു. സോ ലെറ്റ്സ് ഗോ ടു ക്രാഫ്റ്റ്സ്. സോ ക്രാഫ്റ്റ്സിൽ കയറി കഴിഞ്ഞപ്പോൾ കുറച്ച് നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വീട്ടിൽ ട്രീ അറേഞ്ച് ചെയ്തപ്പോൾ എനിക്കൊരു 2 ഡിയർ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. സോ ഞാൻ 2 വുഡിൻ്റെ ഡിയർ വാങ്ങിച്ചു. അത് അവർ തന്നെ മേക്ക് ചെയ്താണ്. സോ ഞാൻ തിരിച്ച് നമ്മൾ വന്ന വഴി ഞാൻ വീണ്ടും നടക്കുകയാണ്. അങ്ങോട്ട് ഒന്നും കാണാനില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഞാൻ ജസ്റ്റ് ചുമ്മാ നടക്കുന്നു. എന്തോ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെയായിട്ട് വന്നില്ല. സോ തന്നെ എനിക്കറിയില്ല, ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മുടെ നാട്ടിൽ അപ്പൂപ്പൻ്റെയൊക്കെ പോകുന്നില്ലേ അതുപോലെ അല്ലേ, നൈറ്റ് നല്ല ഭംഗിയാണ്, കുറച്ച് ഇരുട്ടാകുമ്പോഴത്തേക്ക്. സോ ഞാൻ വീണ്ടും കുറച്ച് നേരം ഇരിക്കുകയാണ്. മടുത്തിട്ടൊന്നുമല്ല, ചുമ്മാ ഇങ്ങനെ എല്ലാം കണ്ട് വല്ലപ്പോഴൊക്കെ പുറത്തിറങ്ങണമല്ല. സോ അത് മിസ് ചെയ്യണമെന്ന് വിചാരിച്ചു. കൈയൊക്കെ ഭയങ്കര തണുത്ത് വിറച്ചിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര തണുപ്പാണ്. ഒരു കൈ ഇതേ പോക്കറ്റിനകത്താണ്. സോ ഞാൻ ഇരിക്കുന്ന ഈ ട്രീ കണ്ടോ, ഈ ട്രീയിൽ എന്തോ ഒരു കളർ, റെഡ് കളർ എന്തോ ഒരു സാധനം ഉണ്ടായിട്ടുണ്ട്. അത് ആർട്ടിഫിഷ്യൽ ആണോ അതോ ഉള്ളതാണോ അറിയില്ല. ഉള്ളതാണ്. സോ ഞാൻ അവിടെ പോകണം കഴിച്ച് ഞാൻ കുറച്ച് ഫോട്ടോ എടുക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. സോ അവരോട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അവരെ കാണാൻ പോവാം. എവിടെയാണെന്ന് അറിയില്ല, എവിടെയെല്ലാം കാണുമായിരിക്കും. സോ നമ്മൾ ഒരുമാതിരി സംഭവമെല്ലാം കണ്ടു. എന്നിട്ട് നമ്മൾ തിരിച്ച് വന്നു. അവിടെ തന്നെ വീണ്ടും വന്നു. പേഴ്സണലി എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ആവറേജ്. കുറേ നടക്കാനുണ്ട്, കുറേ പാർക്കും അതും ഇതൊക്കെ. സോ കുറേ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. കുറേ എന്താ പറയുക, ഒരു അണ്ണാനെ കണ്ടു, ഒരു ഡക്കിനെ കണ്ടു, കുറേ പക്ഷികൾ, കുറേ മരങ്ങൾ. സോ അതേ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വെയിൽസ് വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങുന്നത്. സോ അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ ഭയങ്കര പേടിയാകണം. സോ എൽദോ വന്നില്ല, സാറാനെ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി. അപ്പോൾ നമുക്ക് കുറേ നേരമെല്ലാം നടക്കുന്നു. അപ്പം നമുക്ക് 2 പേർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്കൊരു ലോട്ട് റൈസ് വിത്ത് ബേക്കൺ വാങ്ങിക്കാം. അങ്ങനെ വാങ്ങിച്ചു നമ്മൾ അവിടെ നിന്ന് കഴിച്ചു. അത് അവിടെ ഇങ്ങനെ കഴിക്കാനായിട്ടൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ അവിടെ ഇരുന്ന് മാജിക് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു
ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ പോണതിന് മുമ്പ് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിറങ്ങി. അപ്പോഴാണ് വിചാരിച്ചത് അവർക്ക് ചുരോസ് വാങ്ങിച്ചില്ല, അവർ ചുരോസ് വാങ്ങിക്കണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സിനമൺ ചുരോസ് വാങ്ങിച്ചു, ഡിപ്പായിട്ടൊരു ചോക്ലേറ്റും വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന സമയത്താണ് ഒരു ജയൻറ്റ് വീലിൻ്റെ ഒരു സെക്ഷൻ കണ്ടേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ അങ്ങോട്ട് പോകണമല്ലോ. അവിടെ ചെന്നപ്പോഴാണല്ലോ സംഭവം കാണാനുള്ളത്. അവിടെ ഇഷ്ടംപോലെ സംഭവം കാണാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഫുൾ ഫയർ ആയിരുന്നു. പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഒരു ഷോയൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, നല്ല ലവ്ലി ആയിട്ടുള്ള സ്ഥലം. ഞങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ആദ്യം വന്നില്ലെന്ന് ഞാൻ ആലോചിച്ചു. ഭയങ്കര തിരക്കായിരുന്നു. ചെന്നപ്പോൾ നമുക്ക് ഇവിടെ മാർഷ്മെല്ലോ കത്തിക്കാനൊക്കെ ആയിട്ട് ഇവിടെ മറ്റേ തീയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ചൂടായതുകൊണ്ട്, ഭയങ്കര തണുപ്പായതുകൊണ്ട് കൈ ഇങ്ങനെ തണുപ്പിക്കുക അല്ല ചൂടാക്കുക എന്നുള്ള ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അകത്തോട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് സൂപ്പറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ വീഡിയോസ് നമുക്ക് കാണാം. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ജീവനിൽ നിറമേകി അറിയാതെ മറുപാതിയായെന്നുള്ളിൽ നീ പടരുന്നു മായാതെ. നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായേ മണ്ണിലായി നീ തുടിക്കും നെഞ്ചിലായി എന്നെ മൂടും കുന്നിലാവേ വാ. പറന്നേറാം നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ. പതിവായി നീ എന്നെന്ന് നീ നിറയും നിലവാകെ പകലാകെയുള്ളം തുള്ളുമീ മുഖമൊന്നു കാണാതെ. നിലാവേ വെണ്ണിലാവേ മഞ്ഞുമായി നീ മണ്ണിലായി ജീവ തുടിക്കും നെഞ്ചിലായി എന്നെ മൂടും പൊന്നിലാവേ വാ. പറന്നേറാൻ നമുക്കായി നാം ഒരുക്കും വിണ്ണിലാകെ വാ. അങ്ങനെ നമ്മൾ കമാത്രയായിട്ട് തിരിച്ചു പോകുന്ന സമയമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഡുവൽ ക്യാമറ രീതിയിൽ ഒരു വീഡിയോ കൊണ്ട് എടുക്കാം. നല്ല ബ്യൂട്ടിഫുൾ അറേഞ്ച്മെൻറ്റ് ടൂറിസ്റ്റൊക്കെ ഒരു നിറച്ചൊക്കെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു. എൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാനെടുത്ത് ഐ എം റിയലി ഹാപ്പി. ഞാൻ വിചാരിച്ചിരുന്നത് ആദ്യം കമാത്തൻ ക്യാസലിൻ്റെ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് കാർഡിഫ് ക്യാസലിന് അങ്ങോട്ട് പോയപ്പോൾ വിചാരിച്ചിരുന്നത് ഇന്നത്തെ ഡേ തന്നെ വേസ്റ്റ് ആയെന്ന്. ബട്ട് വേസ്റ്റ് ആയില്ല, എല്ലാം അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആഫ്റ്റർ എ ലോങ് ടൈമാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പോകുന്നത്. സോ എനിവേ, നിങ്ങൾ കമാത്തനുള്ള സ്വാൻസിയിലൊക്കെയാണ് അടിപൊളി ഒരു വിൻ്റർ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ, ക്രിസ്മസ് മാർക്കറ്റ് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അത് നല്ലതായിരുന്നു. നമ്മൾ പെരുന്നാളിനൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണ പോലെ ലൈറ്റ്സൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഓക്കെ, സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. ബൈ. സ്ഥലമാട്ടോ, നമ്മുടെ കാസലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിൻ്റെ പേര് കാർഡിഫ് വിൻ്റർ വണ്ടർലാൻഡ് എന്ന് അടിച്ചാൽ മതി. അപ്പോൾ അവിടെ പോകാൻ പറ്റും. ഞാനതിൻ്റെ ഫോട്ടോ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ വേറെ കുറേ